കർണന് ശല്യമായി ശല്യർ. ഭാരത യുദ്ധത്തിനിടയിലെ ഒരു ഹാസ്യരംഗം. ദ്രോണരുടെ പതനം കൗരവപ്പടയെ തെല്ലൊന്നുമല്ല തളർത്തിയത്. ഇനി ഒന്നേയുള്ളൂ മാർഗം: യുദ്ധനേതൃത്വം കർണനെ ഏൽപ്പിക്കുക. ദുര്യോധനൻ കർണനെ സർവ്വസൈന്യാധിപനാക്കി. ഇനി ഒരു പ്രശ്നം: കർണന്റെ തേര് തെളിക്കാൻ പ്രാപ്തിയുള്ള ഒരു തേരാളി വേണം. അതിനാരുണ്ട്? പല വഴിക്കും ആലോചന മുറുകിയപ്പോൾ ദുര്യോധനന് ഒരു ഉത്തരം കിട്ടി: ശല്യർ. ദുര്യോധനൻ ശല്യരെ ചെന്ന് കണ്ടു വന്നിച്ചു. കക്ഷിപൂജയും സേവയും കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അമ്മാവൻ എനിക്ക് അച്ഛനെപ്പോലെയാണ്. കാര്യം കാണാൻ അങ്ങനെ വേണം. കാര്യം കണ്ടാൽ തന്തയ്ക്ക് പറയുകയും ആവാം. കാര്യം കേൾക്കട്ടെ. കൗരവർക്ക് യുദ്ധം ജയിക്കാൻ അമ്മാവന്റെ സഹായം വേണം. എന്ത് സഹായം? സർവ്വസൈന്യാധിപന്റെ തേര് അമ്മാവൻ തെളിക്കണം. തേര് തെളിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കാം. ആരാണ് സർവ്വസൈന്യാധിപൻ? വീരശൂര പരാക്രമിയായ സാക്ഷാൽ കർണൻ. ഫൂ! ശല്യർ നീട്ടിയൊന്ന് തുപ്പി. എന്തോന്ന് വീരചൂരം! അക്കാര്യമൊന്നും വിളമ്പണ്ട. ഒക്കെ എനിക്കറിയാം. ഒരു സൂതന്റെ തേര് തെളിക്കാൻ ശല്യരെ കിട്ടില്ല. അമ്മാവൻ അങ്ങനെ പറയരുത്. ത്രിപുരദഹന വേളയിൽ പരമശിവന്റെ തേർ തെളിച്ചത് ആര്? സാക്ഷാൽ ബ്രഹ്മാവ്. അതുപോട്ടെ, ഇപ്പോൾ അർജുനന്റെ തേര് തെളിക്കുന്നതാര്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അമ്മാവൻ എനിക്ക് ബ്രഹ്മാവും ശ്രീകൃഷ്ണനുമാണ്. ആശ്രിതരെ അമ്മാവൻ കൈവിടില്ലെന്നറിയാം. എന്നെ രക്ഷിക്കണം. ശല്യർ ഒന്ന് പൊങ്ങി. അദ്ദേഹം ദുര്യോധനന്റെ അപേക്ഷയ്ക്ക് വഴങ്ങി ഇങ്ങനെ പറഞ്ഞു: പക്ഷെ എനിക്ക് ചിലത് പറയാനുണ്ട്. അമ്മാവൻ പറയണം. കർണൻ അസല് കാണിച്ചാൽ ഞാൻ ശരിക്കും സഹായിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും തോന്നിയേക്കരുത്. ഇല്ല, അമ്മാവന് ഒരു ഇഷ്ടക്കേടും വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. അമ്മാവൻ വന്നാൽ മതി. ശരി, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ദുര്യോധനൻ മടങ്ങി വന്ന് കർണനെ കണ്ടു. ശല്യരുടെ വ്യവസ്ഥകൾ കർണൻ ഒരുവിധം സമ്മതിച്ചു. യുദ്ധത്തിന് സമയമായി. തേരൊരുങ്ങി. ശല്യരെത്തി. ആയുധങ്ങൾ എടുത്തു വെച്ച് ഭൂമിയെ തൊട്ടു വണങ്ങി. സൂര്യപുത്രൻ രഥമേറി. ശല്യർ കടിഞ്ഞാൺ കയ്യിലെടുത്ത് ദുര്യോധനൻ കർണനെ വീണ്ടും ഓർമ്മിപ്പിച്ചു: കർണ, കള്ളം വിളിച്ചു കൂകി ദ്രോണരെ വധിപ്പിച്ച ആ ധർമ്മപുത്രരെ ഇന്നു തന്നെ പിടിച്ചു കെട്ടണം. ഞാൻ ഏറ്റു. കർണൻ നെഞ്ചത്തടിച്ചു പറഞ്ഞു. രഥമിളകി. ഭൂമി വിറച്ചു. ചുഴലിക്കാറ്റ് വീശി. ചാറി വീണ മഴത്തുള്ളികൾക്ക് ചോരയുടെ നിറം. കഴുകനും കാക്കകളും വക്കമിട്ട് പറന്നു. എങ്ങോ കുറുനരികൾ കൂട്ടം ചേർന്ന് മൂങ്ങിത്തുടങ്ങി. ഇന്ന് ഞാൻ ധർമ്മപുത്രരെ പിടിച്ചുകെട്ടും. പാർത്ഥനെ വധിക്കും. ഇടയ്ക്കിടെ കർണൻ ഇങ്ങനെ ഉരുവിടുന്നത് കേട്ട് ശല്യർക്ക് സഹിച്ചില്ല. ശല്യർ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ പറഞ്ഞു: ഒന്ന് നിർത്താമോ നിന്റെ വീരവാദം? കുറച്ചു നേരമായി കേൾക്കുന്നു. എങ്ങനെ മിണ്ടാതിരിക്കും? ഇതാ ഇപ്പോൾ തന്നെ ഞാൻ അർജുനന്റെ അടുത്ത് തേരെത്തിക്കാം. അപ്പോൾ തേര് തിരിച്ച് കാട്ടിലേക്ക് വിടാൻ നീ പറഞ്ഞേക്കരുത്. തേര് പുറകോട്ട് കളിക്കാൻ ശല്യരെ കിട്ടില്ല. കർണന് കരിയിളകി. കർണൻ പറഞ്ഞു: അർജുനനെ പൂഴ്ത്തിയത് മതി, അധികം വേണ്ട. രഥം തെളിച്ചോളൂ. നീ പറഞ്ഞത് ശരി തന്നെ. അർജുനനെ എന്തിനധികം പുകഴ്ത്തണം? പാർത്ഥന്റെ ഞാണൊലി കേട്ടാൽ ദിഗന്ധങ്ങൾ മുഴങ്ങും. നീ ഞാൻ വലിച്ചാൽ കുറുനരികൾ ഓലിയിടും. കർണന് സഹികെട്ടെങ്കിലും ദുര്യോധനെ ഓർത്ത് ഒന്നും മിണ്ടാതിരിക്കാൻ പാടുപെട്ടു. ശല്യരുണ്ടോ? വിടുന്നു. കർണ, ശല്യർ ഒരു കഥ പറയാനുള്ള പുറപ്പാടാണ്. പണ്ട് ഒരു വൈശ്യൻ ഒരു കാക്കയെ വളർത്തി. എച്ചില് നിന്ന് കൊഴുത്ത കാക്കയ്ക്ക് അഹങ്കാരം മുഴുത്തു. സമുദ്രത്തിന് മീതെ ചിറക് വീശി പറക്കുന്ന അരയന്നങ്ങളെ കണ്ടപ്പോൾ കാക്കയ്ക്ക് അഹങ്കാരം തോന്നി. കാക്ക അരയന്നങ്ങളെ നോക്കി പറഞ്ഞു: നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും സമുദ്രത്തിന് മീതെ പറക്കാനറിയാം. നിങ്ങളെക്കാൾ വേഗത്തിൽ നമുക്കൊന്ന് മത്സരിച്ചു നോക്കാം. ആരു വേഗം തളരുമെന്ന് കാണാമല്ലോ. അരയന്നങ്ങൾ ഒന്നും മിണ്ടിയില്ലെങ്കിലും കാക്ക അവയോടൊപ്പം സമുദ്രത്തിന് മീതെ പറന്നു. അരയന്നങ്ങളുടെ ചിറകുകൾ ഒരേ ക്രമത്തിൽ ഉയർന്നു താണപ്പോൾ കാക്ക വാശിയോടെ ചിറകടിച്ച് വേഗത കൂട്ടി. കുറെ പറന്നപ്പോൾ ചിറകു തളർന്നു. ഒന്ന് വിശ്രമിക്കാൻ കടലിന് നടുവിൽ എവിടെ? ഒരു വൃക്ഷക്കൊമ്പ്. ചിറകു കുഴഞ്ഞ കാക്ക കടലിൽ വീണു ചത്തു. അരയന്നങ്ങൾ പറന്നു നീങ്ങി. കർണന് ശല്യരോടുള്ള കോപം 10 ഇരട്ടിയായി. ഇയാൾക്ക് ആരോ അറിഞ്ഞു കൊടുത്ത പേര് തന്നെ ശല്യർ. കർണൻ പല്ലിറുമ്മി ശല്യരോടുള്ള കോപം മുഴുവൻ ശത്രുവിന്റെ നേർക്ക് തീർത്തു തുടങ്ങി. അതിന് ഫലം കണ്ടു. കുറെ പേർ ചത്തു വീണു. ഒരു വേള ധർമ്മപുത്രർക്ക് പോലും തോറ്റോടേണ്ടി വന്നു. ഭീമൻ രംഗത്തെത്തി.
കർണനെ നേരിട്ടു. ഭീമന്റെ മർദ്ദനമേറ്റ് താഴെ പതിച്ച കർണന്റെ നേർക്ക് വാളോങ്ങിയ ഭീമനെ പിടിച്ചു മാറ്റാൻ ശല്യർ തന്നെ വേണ്ടി വന്നു. അരുത്, കർണവധം അർജുനൻ ശപഥം ചെയ്തിട്ടുള്ളതാണ്, അത് അങ്ങോട്ട് വിട്ടേക്കുക. ഭീമൻ പിൻവാങ്ങി. അങ്ങനെ യുദ്ധത്തിൽ പാണ്ഡവപ്പടയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെ സംഭവിച്ചു. പാണ്ഡവരുടെ ഉറ്റമിത്രമായ വിരാടനെ അശ്വത്ഥാത്മാവ് വധിച്ചു. പാഞ്ചാലനെ ഒരുവിധം രക്ഷിക്കാൻ അർജുനൻ തന്നെ എത്തേണ്ടി വന്നു.